ഞാനും നിങ്ങളുടെ ബഹുമാന്യനായ ഇമാം ഹബീബുല്ലാ ഖാസിമിയും ഞങ്ങളൊക്കെ പഠിച്ചൊരു സ്ഥാപനമുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം ദാറുൽ ഉലൂം ദൈവബന്ദ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. സ്വാതന്ത്ര്യ സമരത്തിന്റെ മാർഗത്തിൽ പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് ഒരു ചെറിയ പള്ളിയുണ്ട്. ഖൂനി മസ്ജിദ് എന്നാണ് ആ പള്ളിയുടെ പേര്. ആ പള്ളിക്കുള്ളിലേക്ക് ചെന്നിട്ട് വെള്ളപൂശിയിരിക്കുന്ന പള്ളിയുടെ ചുവരിൽ പതിയെ നാം ഇങ്ങനെ കുമ്മായം ചുരണ്ടി ഇളക്കിയാൽ കുറച്ചിങ്ങനെ ചുരണ്ടി ചുരണ്ടി വരുമ്പോ ആ വെള്ള നിറം മാറിയിട്ട് ഇങ്ങനെ കടുത്ത ചുമപ്പ് നിറം വരും. ആ ചുമപ്പ് നിറമെത്തുമ്പോ അതിനൊരു രക്തത്തിന്റെ ഗന്ധമുണ്ടാകും. ആരുടെ രക്തം കൊണ്ടാണ് ആ പള്ളികളിൽ ചായം പൂശപ്പെട്ടത്? ദാറുൽ ഉലൂം ദൈവബന്ദിലെ പണ്ഡിതന്മാർ, സ്വാതന്ത്ര്യ സമര പോരാളികൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ചുറ്റും വെള്ളപ്പട്ടാളം വന്ന് വളഞ്ഞിട്ട് സുജൂദിൽ കിടക്കുന്ന ധീരപോരാളികളുടെ ശരീരത്തിലേക്ക് വെടിയുതിർത്തിട്ട് അവരുടെ ശരീരത്തിലെ രക്തവും മാംസവും പള്ളിയുടെ 4 ഭാഗം ചിന്നിച്ചെറി ആ പള്ളി മുഴുവനും രക്തവർണമായിരുന്നു എങ്കിൽ ഇങ്ങനെ ജീവനും ജീവിതവും കൊടുത്ത പാരമ്പര്യം മുസ്ലിങ്ങളുടെ പാരമ്പര്യം. എന്നാൽ ഈ പറയുന്ന RSSകാരന്റെ പാരമ്പര്യം എന്താ? ബ്രിട്ടനിലോ പോർച്ചുഗലിലോ ഒക്കെ പോയാൽ പണ്ടിവിടെ വന്ന സായിപ്പന്മാരുടെ കോട്ടും സൂട്ടും ചെരുപ്പും ഒക്കെ അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടാവും. അവിടെ ചെന്ന് അതിലൊരാളുടെ ഷൂസ് നമ്മൾ എടുക്കണം. നല്ല പോളിഷ് പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ടാവും. അത് പതിയെ നമ്മളിങ്ങനെ ചുരണ്ടണം. അതിങ്ങനെ കുറച്ച് ചുരണ്ടി 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 വരുമ്പോ വല്ലാത്തൊരു ദുർഗന്ധം ഇങ്ങനെ പരക്കും. വല്ലാത്തൊരു ദുർഗന്ധം ഇങ്ങനെ വരും. ഏത് ദുർഗന്ധമെന്നറിയോ? ഈ RSSകാരന്റെയൊക്കെ നേതാക്കന്മാര് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയപ്പോ അന്ന് അവരുടെ വായിൽ നിന്ന് വന്ന ദുർഗന്ധം ആ ഷൂസുകളിൽ ഇന്നും മായാതെ നിൽപ്പുണ്ട് എങ്കിൽ ഈ RSSകാരനാണ് മുസ്ലിമുകളോട് പൗരത്വം ചോദിക്കുന്നത്. എന്നിട്ടെന്താ? അവരോടൊപ്പം നിൽക്കാൻ ഒരു അബ്ദുള്ള കുട്ടി, ഒരു മുഖ്താർ അബ്ബാസ് നഖ്വി, ഒരു ബഹുമാന്യനായ ഗവർണർ, പിന്നെന്താ നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദിലെ ഇമാമ്. അല്ലെ, നമ്മൾ നോക്കേ സംഘപരിവാരത്തിന്റെ കളികൾ ഇവിടെ നടക്കുന്നുണ്ടോ? ഇന്ത്യയിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് പൗരത്വ നിയമം കൊണ്ടുവന്ന് ഇവിടുത്തെ മുസ്ലിമുകളുടെയൊക്കെ പൗരത്വം റദ്ദാക്കി ഡിറ്റൻഷൻ സെന്ററിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് വർഗീയതയുടെ കാർഡുമായി ഇറങ്ങിയ സംഘപരിവാരത്തിന്റെ കളികൾ വിജയിക്കുന്നില്ല. കാരണം രാജ്യതലസ്ഥാനത്ത് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മുഗളന്മാരുടെ ചരിത്രങ്ങളുള്ള ആ ഡൽഹി ജുമാ മസ്ജിദിന്റെ ഉള്ളിൽ പോലും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു മുനാഫിക്കിനെ അവർക്ക് കിട്ടി. പാവം ഡൽഹിയിലെ ജനങ്ങൾ അവര് ജുമഅക്ക് വേണ്ടി ഒന്നു ചേരുമ്പോ അവരുടെ ഇമാം അവരോട് ആഹ്വാനം ചെയ്തതെന്താ? നമ്മളൊക്കെ സംഘപരിവാരത്തോടൊപ്പം നിൽക്കണം, മുസ്ലിമുകളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇതൊക്കെ കേട്ട് മനമെടുത്ത് ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾ ഇറങ്ങി വന്നപ്പോ ഇന്നത്തെ ജുമായിൽ ഉൾപ്പെടെ ആ ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നട്ടല്ലിനുറപ്പുള്ള ആൺകുട്ടി ഒരു നിൽപ്പുണ്ടായിരുന്നു. അംബേദ്കറുടെ ചിത്രവും ചേർത്ത് പിടിച്ച് ഇന്ത്യൻ ഭരണഘടനയും ചേർത്ത് പിടിച്ച് ഡൽഹിയിലെ മുസ്ലിമുകളെ, നിങ്ങളുടെ ഇമാമ് നിങ്ങളെ കൈയൊഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാനിതാ നിങ്ങളുടെ ഇമാമായി നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന രാവൺ ചന്ദ്രശേഖർ ആസാദ് ജയ് ഭീം എന്ന് വിളിച്ചുകൊണ്ട് ഈ മുസ്ലിമുകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ വന്നിട്ടുണ്ട് എങ്കിൽ ഈ പോരാട്ടമാണ് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്താ പറഞ്ഞേ? പൗരത്വത്തിനെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോ ആരാണ് പ്രക്ഷോഭം നടക്കുന്നതെന്ന് വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന്. എന്തുണ്ടായി? അത് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ പട്ടാളക്കാരന്റെ മുമ്പിൽ വസ്ത്രമടിച്ചു കാട്ടുന്നു പ്രക്ഷോഭൻ. പൂണൂട് ധരിച്ചുകൊണ്ട് മുസ്ലിമുകളോടൊപ്പം തക്ബീർ വിളിച്ചു പോരാടുന്ന ആൺകുട്ടികളായ ഹിന്ദുക്കളുള്ള നാടാണിത്. BJP-കാരന് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല, RSSകാരന് ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല. വസ്ത്രം നോക്കി തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോ കുരിശുമാലയും ഊരി വെച്ചിട്ട് നെറ്റിയിൽ പുരട്ടിയ ചന്ദനവും വായിച്ചിട്ട് തലയിൽ തേച്ച സിന്ദൂരവും വായിച്ചിട്ട് പർദയും മഫ്തയും ഇട്ടുകൊണ്ട് പോരാടാൻ ഇറങ്ങിയ ഹൈന്ദവ സഹോദരിമാരുള്ള നാടാണിത്. നമുക്കറിയല്ലോ, നമ്മുടെ തൊട്ടടുത്ത് കോട്ടയം ജില്ലയിൽ കറുകച്ചാലിൽ കാർത്തിക എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി MSc ഒരു പ്രത്യേക വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നു. ആ പെൺകുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര ഉറക്കൊഴിഞ്ഞിട്ടുണ്ടാവും. ആ പെൺകുട്ടിക്ക് മെഡൽ കൊടുക്കാൻ വരുന്നത് രാജ്യത്തിന്റെ പ്രസിഡന്റാ. വിദ്യാർത്ഥിനിയുടെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ? പക്ഷെ എന്തായി? തനിക്ക് മെഡൽ തരാൻ വേണ്ടി പ്രസിഡന്റ് വരുന്നു എന്നറിഞ്ഞപ്പോ ദിവസങ്ങളോളം വർഷങ്ങളോളം ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ച പെൺകുട്ടി
അവളുടെ വിദ്യാഭ്യാസത്തിന്റെ മിടുക്കവളെ കാണിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, NRCയിൽ ഒപ്പുവെക്കാൻ പോകുന്ന, CAAയിൽ ഒപ്പുവെക്കാൻ പോകുന്ന മുസ്ലിമുകളോട് പിന്നെ പൗരത്വത്തിന്റെ വിഷയത്തിൽ വിവേചനം കാട്ടുന്ന ബില്ലുകളിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആ ബില്ല് പിൻവലിച്ചിട്ടല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് മെഡൽ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന ഹിന്ദുക്കളുള്ള നാടാണോ ഇത്? ഇത് RSSകാർക്കും സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുസ്ലിമുകളുടെ പൗരത്വം നോക്കിയിട്ട് അകത്താക്കേണ്ടവരെ അകത്താക്കാനും പുറത്താക്കേണ്ടവരെ പുറത്താക്കുവാനും വേണ്ടിയിട്ടല്ല. സഹോദരൻ, ഇവിടെ മുമ്പ് സജി കെ ചേരമൻ എന്ന സഹോദരൻ കൃത്യമായി സംഘപരിവാരത്തിന്റെ ബ്രാഹ്മണ വരേണ്യ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തെ കൃത്യമായി നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു. 925 അവരുടെ മസ്തിഷ്കത്തിലേക്ക് വന്നിരുന്ന ചില ചിന്തകളുണ്ട്. 2025 ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. എങ്ങനെയുള്ള ഹിന്ദു രാഷ്ട്രം? വരേണ്യ സവർണ ബ്രാഹ്മണ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം. ആ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിൽ സംഘപരിവാരത്തിന്റെ ഒന്നാമത്തെ ശത്രുക്കൾ മാത്രമാണ് ഇവിടുത്തെ മുസ്ലിമുകൾ. ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിമുകൾ. ആ മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്താൽ പിന്നെ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഒന്നാമത്തെ ശത്രുക്കളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ശത്രുക്കൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ്. ഇപ്പോഴേ അവരോട് പലപ്പോഴും ഇന്ന് പൗരത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പലപ്പോഴും ക്രൈസ്തവരോടുള്ള ശത്രുത സംഘപരിവാരം ഇവിടെ തെളിയിച്ചിട്ടില്ലേ? ഒറീസയുടെയും രാജസ്ഥാന്റെയും വിവിധ ഭാഗങ്ങളിൽ എത്ര ക്രൈസ്തവ ചർച്ചുകൾ തല്ലി തകർത്തിട്ടുണ്ട്. എത്ര മിഷനറി പ്രവർത്തകരായ കർത്താവിന്റെ മണവാട്ടികളായ സഹോദരിമാരുടെ മാനം പിച്ചിച്ച് തീണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മിഷനറി പ്രവർത്തനത്തിന് വന്ന ഗ്രഹാം സ്റ്റെയിൻ എന്ന പാവം മനുഷ്യനെയും അദ്ദേഹത്തിന്റെ പിഞ്ചുമക്കളെയും അവർ ഒരു കാറിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാറോടുകൂടി തീയിട്ട് കത്തിച്ചരിച്ചു കൊന്നുകളഞ്ഞിട്ടില്ലേ? സംഘപരിവാരത്തിന്റെ രണ്ടാമത്തെ ശത്രുക്കൾ ക്രിസ്ത്യാനികൾ, മൂന്നാമത്തെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹിന്ദു രാഷ്ട്ര സങ്കല്പത്തിലേക്ക് പോയി. ഡോക്ടർ BR അംബേദ്കർ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ആദ്യമായി കത്തിച്ചു കളഞ്ഞത് മനുസ്മൃതിയാണ് എങ്കിൽ ആ മനുസ്മൃതിയുടെ കരിനിയമങ്ങളെ ഈ രാജ്യത്ത് നടപ്പിലാക്കി ചാതുർവർണ്ണത്തിന്റെ നിയമങ്ങൾ കൊണ്ടുവന്ന് ബ്രാഹ്മണൻ എന്ന പേരിൽ, വൈശ്യൻ എന്ന പേരിൽ, ക്ഷത്രിയൻ എന്ന പേരിൽ, ശൂദ്രൻ എന്ന പേരിൽ 6000-ലധികം ജാതികളുടെയും ഉപജാതികളുടെയും നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കി ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ ജാതീയതയുടെ നിയമം നടപ്പിലാക്കും. അങ്ങനെ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആ ഇന്ത്യയിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകണം. മേലാളന്റെ പല്ലക്കു ചുമന്ന് വരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് 30 അടിയിലധികം മാരം മാറി നിന്നുകൊണ്ട് യശമാ തമ്പ്ര എന്ന് കൂപ്പുകയോടുകൂടി തലകുനിച്ച് നിൽക്കാൻ വിധിക്കപ്പെടുന്ന ദലിതന്മാരുടെയും ആദിവാസികളുടെയും പറയന്മാരുടെയും പുലയന്മാരുടെയും പാവപ്പെട്ട കീഴാള ജനവിഭാഗക്കാരുടെയും ഇന്ത്യ. പ്രായപൂർത്തിയെത്തിയ ദലിതുകളുടെ കുടുംബത്തിൽപ്പെട്ട പുരുഷന് മൂക്കിന് താഴെ മീശ വളർത്താൻ അനുവാദമില്ലാത്ത ഇന്ത്യ. പ്രായപൂർത്തിയെത്തിയ സ്ത്രീ ജനങ്ങൾക്ക്, ഹൈന്ദവ കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് കീഴ്ജാതിക്കാരാണെങ്കിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത ഇന്ത്യ. മണ്ണിനോടും പാറയോടും പടവെട്ടിയിട്ട് ഈ നാട്ടിൽ അവർ പൊന്നു വിളയിക്കുമ്പോൾ അർഹമായ കൂലി കൊടുക്കില്ല തമ്പ്രാക്കന്മാർ. ആരെങ്കിലും കൂലി ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ അവരെ ചവിട്ടിത്താഴ്ത്തി കൊന്നുകളയുന്ന ഇന്ത്യ. ഓരോ കുടുംബങ്ങളിൽ മൂത്ത തമ്പ്രാക്കന്മാർ മാത്രമേ വേളി കഴിക്കുള്ളൂ, വിവാഹം കഴിക്കുള്ളൂ. ബാക്കി താഴോട്ടുള്ള തമ്പ്രാക്കന്മാരുടെയൊക്കെ ശാരീരിക കാമ ഇച്ഛ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടുത്തെ കീഴ്ജാതിക്കാരുടെ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഇങ്ങനെ വരേണ്യ ആധിപത്യമുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയാണ് സംഘപരിവാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിമുകളെ ഒന്നാമത്തെ ശത്രുക്കളായി കാണുന്നത്. കാരണം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശൂരിന്റെ മഞ്ഞിലൂടെ മൈസൂറിന്റെ സുൽത്താനായ ടിപ്പു സുൽത്താൻ കടന്നു പോകുമ്പോ മൈസൂർ സുൽത്താനെ കാണാൻ വന്ന ദലിതുകളായ അമ്മപെങ്ങന്മാർ മാറുമറയ്ക്കാതെ ടിപ്പുവിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോ വിശ്വാസിയായ ടിപ്പു മുഖം തിരിച്ചു. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്? പറയപ്പെട്ടു, സുൽത്താൻ ഇവരിവിടുത്തെ കീഴാളന്മാരാണ്, പറയന്മാരാണ്, പുലയന്മാരാണ്, ആദിവാസികളാണ്, ദലിതുകളാണ്. ഇവർക്ക് മാറുമറയ്ക്കാൻ സവർണ മാടമ്പി തമ്പുരാക്കന്മാർ അവകാശം കൊടുക്കുന്നില്ല. ആരാണ് നിങ്ങളെ തടയുന്നതെന്ന് ടിപ്പു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് മാറുമറയ്ക്കാൻ ടിപ്പു ചേല വിതരണം ചെയ്തു. ആ നാടിന് ഇന്നും ചേലക്കര എന്ന പേരുണ്ട്. എങ്കിൽ ഈ സവർണ ബ്രാഹ്മണ മാടമ്പി തമ്പുരാക്കന്മാരുടെ
പ്രമാണിത്വത്തിന് എതിരായി കടന്നു വന്നത് ഒന്നാമതായി ഇവിടുത്തെ ഇസ്ലാമായിരുന്നു. തൊട്ടുകൂടാതെ അകറ്റി നിർത്തിയ ദലിതുകളെ ഇസ്ലാം അടുത്തു നിർത്തി. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരോടൊപ്പം ജോലി ചെയ്തു, അവർക്ക് ജോലി കൊടുത്തു, അവർക്ക് കൂലി കൊടുത്തു, മനുഷ്യരായി പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഇവിടെ നിന്ന് അകറ്റി മാറ്റിയിട്ട് ഇന്ത്യ രാജ്യത്തെ ബ്രാഹ്മണ സവർണ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇസ്ലാം മുസ്ലിമുകൾ നേരിടുന്ന ഈ പ്രശ്നത്തെ മുസ്ലിമുകളോടൊപ്പം നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കാൻ സാധ്യമായില്ല എങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാക്രമണങ്ങൾ നാം ഇതിന്റെ പേരിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രത്തെ പടുത്തെടുക്കാൻ സംഘപരിവാരം എന്ത് മാറിയ കളികളും കളിക്കും. നമ്മളത് വളരെ ഗൗരവത്തോടെ കാണണം. പിന്നെന്താ, അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു സാധനം വന്നിരിക്കുന്നു. ഇടത്തോട്ടും ചാടി വലത്തോട്ടും ചാടി അവസാനം ചാണാക്കുഴിയിലേക്ക് ചാടിയിരിക്കുന്ന ഒരു അബ്ദുള്ള കുട്ടി. ഇയാളെ മുന്നിൽ നിർത്തിയിട്ട് സംഘപരിവാരം വളരെ മോശമായ രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത്. അദ്ദേഹത്തിനൊരു ധാരണയുണ്ട്. അബ്ദുള്ള കുട്ടിയുടെ ധാരണ അദ്ദേഹം എന്തോ വലിയ സംഭവമാണെന്നാ. കാരണം എന്താ, ഈ പറയുന്നത് പോലെ 4, 3, 7 RSS കാറുന്ന വേദിയിൽ ഇയാൾ വന്നിരിക്കും, ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കും, പറയുന്ന എന്താന്ന് പോലും മനസ്സിലാവൂല. ഇടയ്ക്കിടയ്ക്ക് അവന്മാരിങ്ങനെ കൈയടിക്കും. ഇത് കേൾക്കുമ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷമാ. കാരണം BJPയുടെ ലേബലിൽ അബ്ദുള്ള കുട്ടിയല്ലേ പ്രസംഗിക്കുന്നതില്ലേ, നമ്മള് പ്രവാചകന്റെ ആളാന്നാ പറഞ്ഞത്. നമ്മള് പ്രവാചകന്റെ ആള്. ഒന്ന് ഓർത്തു നോക്കണേ, ലേശ ഉളുപ്പെന്ന് പറയുന്നത് ആ മനുഷ്യനുണ്ടോ? പ്രവാചകന്റെ ആള്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാള് നമുക്കൊരു ചുക്കുമല്ല. കാരണം പ്രവാചകന്റെ ആളെന്നും പറഞ്ഞു വരുന്ന അബ്ദുള്ളമാർ ഇസ്ലാമിന് തുരങ്കം വെക്കുന്നത് ഇന്നിപ്പോ അമിത്ഷായുടെ തലയെന്ന് വന്നതല്ലല്ലോ. ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്. മദീനയിൽ പുണ്യപ്രവാചകർ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അന്ന് നമ്മള് പ്രവാചകന്റെ ആളാണെന്നും പറഞ്ഞ് റസൂലുള്ളാന്റെ കൂടെ കൂടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിയ കപടന്മാർ, മുനാഫിക്കുകൾ എന്ന് നമ്മൾ പറയും. ആ മുനാഫിക്കുകളുടെ 1ാം നമ്പർ ലീഡർ ഉണ്ട്. അയാളുടെ പേരും അബ്ദുള്ള എന്നായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. അതുകൊണ്ട് നമുക്കിത് വലിയ കാര്യമൊന്നുമല്ല എന്ന് മാത്രമല്ല, അബ്ദുള്ള കുട്ടിക്ക് ഇപ്പോഴും BJPയിൽ അയാളുടെ റോൾ എന്താണെന്നറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, BJPക്കാര് എന്ത് കളിയും കളിക്കും ഇതിലെ. പുരാണങ്ങളിലെ ഹൈന്ദവ പുരാണങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റാതെ വരുമ്പോ, നേരിട്ട് ആണുങ്ങളോട് ഏറ്റുമുട്ടാൻ പറ്റാതെ വരുമ്പോ ശിഖണ്ഡിയെ എന്ന് പറഞ്ഞ ആണും പെണ്ണും കെട്ട സാധനത്തെ ഇടയ്ക്ക് നിർത്തിയൊരു കളിയുണ്ട്. നമ്മളത് കേട്ടിട്ടുണ്ടാവും. അബ്ദുള്ള കുട്ടിക്ക് BJPക്കാർക്കിടയിൽ ഈ ആണും പെണ്ണും കെട്ട ഒരാളുടെ റോളാണ്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോ BJPക്കാർക്ക് ഈ രാഷ്ട്രീയ കളിയിൽ ആണും പെണ്ണും കെട്ട ഒരുത്തനെ മുമ്പിൽ നിർത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് BJPക്കാർക്ക് കിട്ടാവുന്ന നല്ല നമ്പർ 1 ആണും പെണ്ണും കെട്ട ഒരുത്തനുണ്ട് എങ്കിൽ അത് അബ്ദുള്ള കുട്ടി മാത്രമാണ്, അത് അബ്ദുള്ള കുട്ടി തന്നെയാണ്. ഇങ്ങനെ കുറെ ആളുകൾ ഇറങ്ങിയിരിക്കുക. പക്ഷെ എന്താ, രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്കറിയല്ലോ, ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ജുമാ മസ്ജിദ് വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കികളായി സംഘപരിവാരം പ്രവർത്തിക്കുമ്പോഴും ആ വെള്ളക്കാർക്കെതിരെ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ മഹത്തുക്കളായ ധീര പോരാളികൾ ആഹ്വാനം ചെയ്തിരുന്ന ഡൽഹി ജുമാ മസ്ജിദ്. അതാണ് ഇന്ത്യയിലെ മുസൽമാന്റെ പാരമ്പര്യം. രാജ്യത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവിടെ 2 ചേരികളേ ഉള്ളൂ സഹോദരങ്ങളെ, 2 ചേരികൾ. ഒരു ഭാഗത്ത് ഇടതെന്നില്ലാതെ വലതെന്നില്ലാതെ, മുസ്ലിം എന്നില്ലാതെ ഹിന്ദു എന്നില്ലാതെ, സുന്നി എന്നില്ലാതെ സലഫി എന്നില്ലാതെ രാജ്യത്വം മതേതരത്വം ജനാധിപത്യം പുലർന്നു കാരണമെന്ന് ആഗ്രഹിക്കുന്ന, ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭരണഘടനയെ അംഗീകരിക്കാത്ത, മതേതരത്തെ അംഗീകരിക്കാത്ത RSSകാർ ഒരു ഭാഗത്ത്. ഇവിടെ ഇങ്ങനെയാണ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിവിന്റെ മാർഗത്തിലൂടെയാണ്. ആസാമിലെ മുഖ്യമന്ത്രി, BJPക്കാരനായ മുഖ്യമന്ത്രിക്ക് പോലും ജനകീയ പ്രക്ഷോഭത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ രാത്രിയുടെ നിശബ്ദതയിൽ വീട്ടിന്റെ പിന്നാലെ ഇരുമ്പേണി ചാരി വെച്ചിട്ട് ആ ഇരുമ്പേണിയുടെ മുകളിലൂടെ ഓടി രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ RSSകാരെ എല്ലാവരും വീട്ടിൽ ഓരോ ഇരുമ്പേണി വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. നാളെ ഒരു രാത്രിയിൽ ഈ രാജ്യത്തൊന്ന് ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് അതൊക്കെ ഉപകരിക്കും.
ആ അവസ്ഥയിലേക്ക് രാജ്യം എത്തിയിരിക്കുക എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളോടൊപ്പം ഈ പോരാട്ടത്തിൽ ചേർന്നിരിക്കുന്ന ഈ സജിയെ പോലെയുള്ള സഹോദരന്മാരുണ്ട്, ദലിതുകളുണ്ട്, കീഴ്ജാതിക്കാരുണ്ട്. അവർക്കെതിരെയൊക്കെ RSSമാര് പോസ്റ്റ് ഇടുക. ആ മേത്തന്മാര് ഈ വീടും കൂടും കാറും ഒക്കെ വിട്ടിട്ട് പോകുമ്പോ അത് നിനക്കും കൂടെ ഒക്കെ ഞങ്ങൾ പങ്കിട്ട് തരാമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരോട് പോരാട്ടത്തിന് നിൽക്കരുത് എന്ന് പറഞ്ഞാൽ RSSകാരുടെ മനസ്സിലൊക്കെ ഒരു സ്വപ്നമുണ്ട്. മ്യാൻമറിൽ പൗരത്വം റദ്ദാക്കപ്പെട്ട് അവിടുത്തെ റോഹിംഗ്യ മുസ്ലിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇന്ത്യയിലേക്ക് വന്ന പോലെ നമ്മളൊക്കെ ഇപ്പൊ ഇവന്മാരുടെ കുറുവടിയുടെ അരനിക്കറിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവിടുന്ന് അങ്ങ് ഓടി പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയി കളയുമെന്ന് RSSകാർക്ക് ഒരു ചിന്തയുണ്ട്. RSSകാരൻ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ഇന്ത്യയിൽ പിറന്നവരാണ് എങ്കിൽ, ഞങ്ങളുടെ മുൻഗാമികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരാണ് എങ്കിൽ, ഈ രാജ്യത്തിന്റെ പെരുമാറിൽ അവരെ മറമാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ ജീവിക്കും, ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മരിക്കും. എവിടെ പോകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു നിർബന്ധ സാഹചര്യത്തിൽ മുസ്ലിമുകളായ ഞങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നാൽ RSSകാരെ നിന്റെയുമൊക്കെ കൂടെ കൂട്ടിയിട്ടല്ലാതെ ഈ രാജ്യം വിട്ടു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ ഇങ്ങനെ വിഭജിച്ചെടുക്കാൻ വേണ്ടി കാത്തിരിക്കുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സംഘപരിവാരം ശ്രമിക്കുക, പേടിപ്പിച്ചിട്ട്. അതിനെന്താണ്? നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുക. ഇടതിന്റെ നേതാക്കന്മാര്, വലതിന്റെ നേതാക്കന്മാര്, STPയുടെ നേതാക്കന്മാര്, വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാര്, ജമാഅത്ത് ഇസ്ലാമിയുടെ, പോപ്പുലർ ഫ്രണ്ടിന്റെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ അകത്തിട്ടിട്ടൊരു ഭീഷണി, പേടിപ്പിക്കല്. പിന്നെന്താ? മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു, മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു, സിനിമാ നടീനടന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ ഇങ്ങനെ ജയിലും വെടിക്കോപ്പും കാണിക്കുമ്പോ പേടിച്ചിട്ട് ഈ സമരത്തിൽ നിന്ന് പിന്മാറി മാപ്പ് പറയാൻ ഞങ്ങളാരും പീറ സവർക്കറുടെ മക്കളല്ല, ആത്മാഭിമാന ബോധമുള്ള ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാ. ജയിലറ കൊണ്ട് ഞങ്ങളെ തകർക്കാൻ പറ്റുമോ? ജയിലറ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കാൻ പറ്റുമോ? ഏത് വരെ അറസ്റ്റ് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ആയിക്കോട്ടെ. ബാക്കി എല്ലാ ആണുങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യോ? ആയിക്കോട്ടെ. പുരുഷന്മാരെ എല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്തോളിൻ. എന്നിട്ട് പൗരത്വത്തിന്റെ രേഖകളും ചോദിച്ചു ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ പെങ്ങന്മാര്, ഞങ്ങളുടെ പെൺമക്കള്, ഭാര്യമാര് ഇവിടെ ഇരിപ്പുണ്ട്, അവര് ഞങ്ങളുടെ വീട്ടിൽ കാണും. ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൗരത്വം ചോദിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലണം. പൗരത്വം ചോദിച്ചു വരുന്നവന്റെ മുഖത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ കാത്തിരിക്കുക ഞങ്ങളുടെ ഉമ്മമാര്. അതുകൊണ്ട് നിന്റെ ഒന്ന് ഈ ഉമ്മാക്കി കണ്ടിട്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളെയും മുസ്ലിമുകളോടൊപ്പം നിന്ന് പോരാടുന്നവരെയും തളയ്ക്കാനും തകർക്കാനും പറ്റുമെന്ന് സംഘപരിവാരം സ്വപ്നം കാണേണ്ടുന്നതില്ല. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നാം ഒന്ന് തിരിച്ചറിയുക. ഇന്നിപ്പോ ഈ ഒരു നിയമത്തിനെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, ഇത് കേവലം നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമല്ല, ഇത് സംഘപരിവാരത്തിനെതിരെയുള്ള പോരാട്ടമാകണം. നമുക്കിപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. കാശ്മീർ ഉണ്ടായപ്പോൾ അത് അവിടെയല്ലേ? ബോംബെയിലും ആസാമിലും ഭിവണ്ടിയിലും സൂറത്തിലും മീററ്റിലും ഒക്കെ കലാപങ്ങൾ ഉണ്ടായപ്പോൾ അത് അവിടെയല്ലേ? ബാബരി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെയല്ലേ? UAPA വന്നപ്പോൾ അതൊക്കെ കുറെ ആളുകൾക്ക് അതൊരു മഅദനിക്കും പോപ്പുലർ ഫ്രണ്ടുകാർക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും PDPക്കാർക്കും കുറെ മുൻ സിമിക്കാർക്കും ഉള്ളതല്ലേ? അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കരുതി? സംഘപരിവാർ ഭീകരവാദത്തെ കൃത്യമായി നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിയവരെ നമ്മൾ തീവ്രവാദികളാക്കി അല്ലേ? 30 വർഷം മുമ്പേ അബ്ദുൽ നാസർ മഅദനി എന്നൊരു മനുഷ്യൻ ഒറ്റക്കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഭീകരവാദത്തെ പറ്റി നമ്മളോട് പറഞ്ഞില്ലേ? നമ്മൾ എന്തു പറഞ്ഞു? മഅദനിയുടെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ടാണ്, മഅദനിക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, മഅദനി തീവ്രവാദവും ഭീകരവാദവും വളർത്തുകയാണ്. പക്ഷേ ഇപ്പം മഅദനി പറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയില്ലേ? എത്രയോ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, എത്രയോ പാർട്ടികൾ പറഞ്ഞു. ഈ രാജ്യത്ത് സംഘപരിവാർ ഭീകരവാദത്തെ പറ്റി തുറന്നു കാണിച്ചില്ലേ? അത് അപകടമാണെന്ന് പറഞ്ഞില്ലേ? അവര് നമ്മളെ കാറ് തിന്നുവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ തിരിച്ചു മൈക്ക് കിട്ടിയിട്ട് വെറുതെ പറയാണ്, വിശ്വസിക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവസാനം എന്തായി? മഅദനിയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും പറഞ്ഞതിനേക്കാൾ ശക്തിയോടുകൂടി ഇന്ന് സംഘപരിവാരത്തിനെതിരെ നമ്മൾ കർമ്മരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നില്ലേ? സഹോദരങ്ങളെ, ഇത് നമ്മൾ മുറുകെ പിടിക്കണം, ഇത് നമ്മൾ മുറുകെ പിടിക്കണം. ഇത് മുസ്ലിമിന്റെ പ്രശ്നമാണ് എന്ന് പറയാൻ പോലും നമുക്ക് ഭയപ്പാടാണ്.
പള്ളികളിൽ ആഹ്വാനം ചെയ്ത് മഹല്ലുകളുടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി 1, 2, 3, 4, 5, 6 ലക്ഷം ആളുകൾ ഒന്നു ചേർത്ത് നമ്മൾ പരിപാടി നടത്തുമ്പോ പറയാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പാടില്ല, ദുആയോടുകൂടി തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളുടെ പ്രശ്നമെന്ന് പോലും പറയാൻ പാടില്ല. ഇത് മതേതരത്വത്തിന്റെ പ്രശ്നമാണ്. കാരണം ഇത് മുസ്ലിമുകളുടെ പ്രശ്നമാണെന്നുള്ള തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായാൽ രാഷ്ട്രീയക്കാരുടെ പെട്ടികളിലെ വോട്ടുകൾ നഷ്ടമാകും എന്ന് കരുതി ഈ സമൂഹത്തെ കേവല വോട്ട് ബാങ്കുകൾ മാത്രമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ഇത് ഇന്ത്യയിലെ മുസൽമാന്റെ പ്രശ്നപാട്, ഇത് ഇന്ത്യയുടെ പ്രശ്നപാട്. ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടണം എന്നല്ലാതെ സംഘപരിവാരത്തിന്റെ ഹിന്ദുത്വ തീവ്രവാദത്തെ എതിർക്കുമ്പോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് സംഘപരിവാരത്തിന്റെ കള്ളക്കഥകൾ മാത്രമായ മുസ്ലിം തീവ്രവാദത്തെയും കൂടെ പറഞ്ഞില്ല എങ്കിലും മതേതരത്വത്തിന്റെ മകുടങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുമെന്നുള്ള അപകർഷതാബോധം എന്തിനാ നമ്മൾ അങ്ങനെ പേറുന്നത്? അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് കേവലം നമ്മളിപ്പോ ഈ ഒരു നിയമം വന്നപ്പോഴാണല്ലോ നമുക്കൊക്കെ പ്രശ്നമായത്. എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നത്, ഇന്ത്യയിലെ മുസ്ലിമുകളെ ബാധിക്കുന്നത് ഈ CAA എന്ന നിയമം മാത്രമാണോ? അപകടങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ബാബരി മസ്ജിദ് നമ്മൾ മറന്നില്ലേ? ബാബരി മസ്ജിദിന്റെ കാര്യം നമ്മൾ വിട്ടുപോയില്ലേ? വിട്ടുപോകാൻ പറ്റുമോ? പലരും ചിന്തിക്കും ഒരു പക്ഷേ ആ കേസ് അവിടെ തീർന്നു. യോഗി ആദിത്യനാഥ് ഏതെങ്കിലും ഓണം കേറാമൂലയിൽ തരുന്ന 5 ഏക്കർ സ്ഥലത്ത് പോയി പള്ളിയും പള്ളിക്കൂടവുമായി നമ്മൾ കഴിഞ്ഞുകൂടണം, ആ പ്രശ്നം അവിടെ തീർന്നില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, നമ്മൾ മനസ്സിലാക്കണം, ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലകടവ് പള്ളി പോലെയോ മാവേലിക്കര പള്ളി പോലെയോ 2, 3, 4 ഏക്കറിൽ മാത്രം നിന്ന പള്ളിയാണോ? അല്ല, 66 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു ബാബരി മസ്ജിദിന്. ഈ ഏക്കർ കണക്കിന് സ്ഥലം വിട്ടുകൊടുത്തിട്ട് 5 ഏക്കർ സ്ഥലത്ത് പള്ളി വെക്കുക എന്ന് പറയുമ്പോ ഇതിന്നിപ്പോ വിട്ടുകൊടുത്ത അതിന്റെ പ്രശ്നം നമ്മൾ അറിയുന്നുണ്ടോ? രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞ ചില വാക്കുകൾ മുഖവിലക്കെടുക്കണം. അഥവാ 1528 ബാബരി മസ്ജിദ് മുഹമ്മദ് ലഹീറുദ്ദീൻ ബാബർ എന്ന ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം മീർബാക്കി പണി കഴിപ്പിച്ചത് ക്ഷേത്രം തകർത്തിട്ടല്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. 421 കൊല്ലങ്ങൾക്കിപ്പുറം 1949 ഡിസംബർ മാസം 21-ാം തീയതി ആ ബാബരി മസ്ജിദിന്റെ മതില് ചാടിക്കടന്നു വന്ന് കഥക തീർത്തിട്ട് ശ്രീരാമ വിഗ്രഹം അവിടെ വെച്ച് സ്ഥാപിച്ചത് കുറ്റകരമാണെന്ന് പറഞ്ഞത് കോടതിയാണ്. 992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തതും കുറ്റകൃത്യമാണെന്ന് പറഞ്ഞത് കോടതിയാണ്. ആ കോടതി എന്ന് പറയുന്നു 66 ഏക്കറിലധികം സ്ഥലം കുറ്റവാളികളുടെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും 5 ഏക്കർ സ്ഥലം തരാം. നമ്മൾ ഇന്നിപ്പോ അത് വിട്ടുകൊടുത്താൽ 3003 പള്ളികളുടെ ലിസ്റ്റ് ഉണ്ട് സംഘപരിവാരത്തിന്റെ കയ്യിൽ. വേണ്ട, കൊല്ലകടവ് പള്ളിയിലേക്ക് വന്ന് പള്ളി തകർത്തു. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്കുള്ളതാ. നമ്മൾ കേസിന് പോയി. 10-30 കൊല്ലം കഴിയുമ്പം കോടതി പറയുന്നു 421 വർഷം ആരാധന നടത്തിയ പള്ളി ഇവരുടെ വിശ്വാസത്തിന് വിട്ടുകൊടുത്ത കീഴ്വഴക്കമുണ്ട്, അതുകൊണ്ട് ഇത് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ അപകടങ്ങൾ മുസ്ലിങ്ങളെ മാത്രമല്ല, ഇവിടുത്തെ ക്രൈസ്തവ ചർച്ചുകൾ സംഘപരിവാരം കയ്യേറുമ്പോൾ വേളാങ്കണ്ണി ക്ഷേത്രം പോയി തകർത്തിട്ട് വിശ്വാസപ്രകാരം ഞങ്ങളുടെ സ്ഥലമാണെന്ന് സംഘപരിവാരം വാദഗതികൾ ഉന്നയിക്കുമ്പോ ക്രിസ്ത്യാനികൾ പാവങ്ങൾ കേസിന് പോയി. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു കരണത്തടിച്ച അടുത്തത് കാണിച്ചു കൊടുക്കലാണല്ലോ. പക്ഷെ നമുക്കത് പറ്റൂല. അത് കേൾക്കാൻ അച്ഛൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനിയെങ്കിലുമൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. നമ്മളെ കൊണ്ടത് പറ്റൂല. നമ്മുടെ കരണത്തടിക്ക ഏതെങ്കിലും ഒരുത്തം വന്നാൽ മറുകരണം കാണിച്ചു കൊടുക്കലല്ല, അവന്റെ കൈക്ക് പിടിച്ചിട്ട് അവന്റെ 2 കരണത്തും അടിക്കുന്ന ഒരു നിലപാടാണ് നമുക്കുണ്ടാകേണ്ടുന്നത്. അതില്ല എങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. ക്രൈസ്തവരുടെ ചർച്ച തകർത്തിട്ട് ഈ പാവം ക്രിസ്ത്യാനികൾ കേസിന് പോയി. 10-30 കൊല്ലം കഴിയുമ്പോൾ 421 വർഷം ആരാധന നടത്തിയ ആലയം ദൈവമാരുടെ വിശ്വാസം അനുസരിച്ച് വിസ്റ്റു കൊടുത്തെന്ന് പറയും. കൊടുക്കാൻ പറ്റുമോ? അനുസ്മൃതിയല്ലേ സംഘപരിവാരത്തിന്റെ നിയമം. ഈ പൊതുവഴിയിലൂടെ നടക്കുന്ന ദലിതുകളിൽപ്പെട്ട ഒരു പാവം മനുഷ്യനെ പിടിച്ച് കയ്യും കാലും തല്ലിയൊടിച്ചിട്ട് കേസിന് പോകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഇവൻ പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റാത്തവനാ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അനുസരിച്ച് വിസ്റ്റു കൊടുക്കാൻ പറ്റുമോ? കൊണ്ട് ഇത് വലിയ അപകടമാ. മുമ്പ് MP ഇവിടെ സൂചിപ്പിച്ചു, പല ബില്ലുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. UAPA എന്ന് പറയുന്ന ഒരു കരിനിയമമുണ്ട്. എന്താ സാധനം അത്?
UAPA എന്ന് പറയുന്ന നിയമം അത് മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഭാഗമാണെന്ന് പലരും പലപ്പോഴും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. UAPA നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും സംഘടനകൾ തീവ്രവാദവുമായി ബന്ധപ്പെടുന്നു എന്ന് കണ്ടാൽ ആ സംഘടനകളെ നിരോധിക്കുവാനുള്ള നിയമമുണ്ട്. സംഘടനകളായിരുന്നെങ്കിൽ ഇപ്പൊ അമിത്ഷാ അതൊന്ന് തേച്ച് മിനുക്കിയെടുത്തിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും ഒരു വ്യക്തി തീവ്രവാദം നടത്തുകയോ തീവ്രവാദത്തോട് പ്രോത്സാഹനം കാണിക്കുകയോ ചെയ്തു എന്ന് കേന്ദ്ര സർക്കാരിന് തോന്നിയാൽ, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും തോന്നിയാൽ, അതവര് വിശ്വസിക്കുകയും ചെയ്താൽ UAPA ചുമത്തിയിട്ട് ജാമ്യം പോലും കൊടുക്കാതെ ആ വ്യക്തിയെ ഭീകരവാദി എന്ന് മുദ്ര കുത്തിയിട്ട് അറസ്റ്റ് ചെയ്ത മരണം വരെ ജയിലിൽ അടയ്ക്കാം. ഇന്ത്യയിൽ 200 ഭീകരവാദികളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഡോക്ടർ സാക്കിർ നായിക് ഉൾപ്പെടെ. കേരളത്തിൽ നിന്ന് 20 ഭീകരവാദികളുടെ ലിസ്റ്റ് ഉണ്ട്. ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉൾപ്പെടെ നമ്മൾ ഇതെങ്ങാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞല്ലോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, കേന്ദ്ര അന്വേഷണ ഏജൻസി സംഘപരിവാരത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുക. നേരത്തെ അവർക്ക് കൊടുത്തിരിക്കുന്ന അവകാശപ്രകാരം ഒരു സംസ്ഥാനത്തിൽ വന്നൊരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, അയാളുടെ സ്വത്ത് കണ്ടുകെട്ടണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുവാദം വേണമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. നാട്ടിലൊരു പെറ്റി കേസ് പോലും ഇല്ലാത്തവനാണെങ്കിൽ പോലും NIAക്ക് ഇവിടെ വന്ന് ഒരു മനുഷ്യനെ തീവ്രവാദി എന്ന് വിളിച്ച് അവനെ അറസ്റ്റ് ചെയ്യാനും അവന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും പറ്റും. സംസ്ഥാനത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞു. നമ്മൾ ഇതെങ്ങാനും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരു മാസത്തിനുള്ളിൽ 30-ലധികം ബില്ലുകളാണ് ദോശ ചുടുന്ന ലാഘവത്തോടുകൂടി അമിത്ഷാ ഇവിടെ പാസ്സാക്കി എടുത്തോണ്ട് പോയത്. അതുകൊണ്ട് ഈ CAA ഏറ്റവും അവസാനത്തെ പ്രശ്നമാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ ജയിലിലടയ്ക്കാൻ ശ്രമിക്കും. UPയിൽ സംഭവിക്കുന്നത്, ആസാമിൽ സംഭവിക്കുന്നത്, കർണാടകയിൽ സംഭവിക്കുന്നത്, ഡൽഹിയിൽ സംഭവിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. കാശ്മീരിലെ അധികാരികളെ മുഴുവൻ ജയിലിലടച്ചതുപോലെ കേരളത്തിന്റെ മന്ത്രിമാരെയും ജയിലിലടച്ചുകൂടാ എന്നൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ മുന്നിൽ വരുമ്പോഴും ധൈര്യസമേതം നമ്മൾ പോരാടണം. എന്തായാലും മരണം ഒരിക്കലേ ഉള്ളൂ. ആ മരണം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈ രാജ്യത്തിന് വേണ്ടിയാകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ കർമ്മരംഗത്തേക്ക് കടന്നു വരിക. ഇന്ത്യയിൽ നിന്നൊരു മുസ്ലിമും എവിടേക്കും പോകാൻ തീരുമാനിച്ചില്ല. ഒരു ക്രിസ്ത്യാനിയും പോകുന്നില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പോകുന്നില്ല, ഒരു ദലിതനും പോകുന്നില്ല. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ജീവിക്കും. നമ്മളോട് ഒത്തു ജീവിക്കാൻ സംഘപരിവാരകാരൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ സംഘപരിവാരൻ ഇന്ത്യ വിട്ടു പോയിക്കൊള്ളുക. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കി. ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ രാജ്യം വിട്ടു പോകണമെങ്കിൽ അവിടുന്ന് സംഘപരിവാരം തന്നെയല്ലേ ഇവിടെ നിന്ന് രാജ്യം വിട്ടു പോകേണ്ടത്? കാരണം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് സംഘപരിവാരം. വെള്ളക്കാരനോടൊപ്പം ചേർന്ന് നിന്നവരാണ് സംഘപരിവാരം. രാജ്യത്തിന്റെ ബഹുമാനനായ രാഷ്ട്രപിതാവായ ബാപ്പുജിയുടെ മാറിടത്തേക്ക് നുറയൊഴിച്ചു കൊന്നുകളഞ്ഞവരാണ് സംഘപരിവാരം. രാജ്യത്ത് നിരവധി കലാപങ്ങൾ അവരുണ്ടാക്കി. 82-83 കാലഘട്ടങ്ങൾ ഇതേ ആസാമിൽ പൗരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാക്കി പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കുത്തിയൊടുങ്ങുന്ന ബ്രഹ്മപുത്രയിലേക്ക് വലിച്ചെറിഞ്ഞവർ 2002 ഇന്നലകളിൽ 92 ഇന്നലകളിൽ അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും കലാപങ്ങൾ ഉണ്ടാക്കി മുസ്ലിം ഗല്ലികളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് പാവപ്പെട്ട സ്ത്രീജനങ്ങളെ പിടിച്ചു വലിച്ചടച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന് 20-30 പേർ ചേർന്ന് മാനഭംഗം ചെയ്തു. അത് ക്യാമറകളിൽ പകർത്തി കാസറ്റാക്കി മാറ്റിയിട്ട് ഏവാന്മാരുടെ കൊട്ടകൊത്തളങ്ങളിൽ അത് കണ്ട് കൈയടിച്ചു പൊട്ടിച്ചിരിച്ചവർ, പരിപൂർണ ഗർഭിണിയായ സ്ത്രീജനങ്ങളെ ഗുജറാത്തിന്റെ നരോദ പാർട്ടിയുടെ അഹമ്മദാബാദിന്റെ തെരുവോരങ്ങളിൽ അതിക്രൂരമായി മാനഭംഗം ചെയ്തിട്ട് നിറവറും വയറുമായി നിൽക്കുന്ന പാപം സഹോദരിയുടെ അടിവയറ്റിലേക്ക് തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറിയിട്ട് ഗർഭസ്ഥ ശിശുവിനെ കുത്തിയെടുത്ത് പുറത്തേക്കെറിഞ്ഞവർ. ഈ സംഘപരിവാരമല്ലേ രാജ്യം വിട്ടുപോകേണ്ടത്? ഇവിടുത്തെ ദലിതുകളെ ആക്രമിച്ചവർ. ഇന്ന് രോഹിത് വെമുലയെ ഓർക്കുന്ന ദിവസമാണ്. രോഹിത് വെമുല എന്ന ഗവേഷണ വിദ്യാർത്ഥിയായ ചെറുപ്പക്കാരന്റെ മരണത്തിന് ഉത്തരവാദികളായവർ. ഗുജറാത്തിലും മുനയിലുമൊക്കെ ചത്തുപോയി പുഴുവെടുത്ത് ചീഞ്ഞു നാറുന്ന പശുവിന്റെ തോലുരിച്ചെടുത്തതിന്റെ പേരിൽ ദലിതുകളായ സഹോദരന്മാരെ തല്ലിക്കൊല്ലുന്നവർ.